ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ പരിശോധിച്ചില്ല, വേറെ ബൂത്തൊന്നും പരിശോധിക്കട്ടെ. എപ്പോഴും RSS നേരിട്ട് പണിയെടുക്കാറുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ഇനി ഞങ്ങൾ മുന്നോട്ട് പോകും. ശക്തമായി 2 സീറ്റിലുള്ള BJPയെ ഇപ്പം 400 സീറ്റ് വാങ്ങി ഭരിക്കുന്നില്ലേ. ഞങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല BJPക്ക്. ഞങ്ങൾ മുന്നോട്ട് ശക്തമായി തന്നെ പോകും. അത് ഞങ്ങൾ സംഘടനാ ലെവല് കൂടി തീരുമാനിക്കേണ്ടത്. അത് നിങ്ങളോട് പറയണത്. സുരേന്ദ്രൻ ശക്തനായ ഞങ്ങളുടെ നേതാവാണ്. സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ നേതാവാണ്. അത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം നോക്കണ്ട. മൂത്താന്തര BJP ഉരുക്ക് വോട്ടാണ് തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, അത് നോക്കാം. നഗരസഭ പിടിക്കാൻ മുരളീധരൻ അച്ഛൻ കരുണാകരൻ വന്നാലും പാലക്കാട് നഗരസഭ പിടിക്കാൻ പറ്റൂല. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അത് നിങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞല്ലോ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. അതിനെ പരിശോധിക്കും. തെരഞ്ഞെടുപ്പില് ഞങ്ങൾ അടൽ ബിഹാരി വാജ്പേയി ഗോളിയോട് 5 ഷോട്ടിൽ തോറ്റ പാർട്ടിയാണ്. 84 2 സീറ്റുള്ള പാർട്ടിയായിരുന്നു BJP. ഇന്ന് ഇന്ത്യ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളും ഈ രാജ്യസഭയും ലോക്സഭയും വൻ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ്. ഈ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. നമ്മൾ പ്രതീക്ഷിച്ചില്ല. പരിശോധിക്കും. പാർട്ടി ഇവിടെ ഒരു അടിയൊഴുക്കുള്ള BJPക്കുള്ള വോട്ട് BJPക്ക് കിട്ടി. CPM വോട്ട് BJP വന്നിട്ടുണ്ടെന്ന് ആലോചിക്കാം. അല്ലേ, ഈ വോട്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത് എനിക്കറിയാം. ഈ പോളിംഗ് ബൂത്തിൽ പോയി എത്തിക്കാൻ ആർക്കറിയാം. നിങ്ങൾ ഇതൊന്നും കണക്കിലൊക്കെ വീഴ്ച തെറ്റും ശരിയൊക്കെ വരാം. തെറ്റും ശരിയൊക്കെ വരാം. കണക്ക് നമ്മൾ ഉള്ളിൽ പോയി വോട്ട് ചെയ്യണം. നമ്മൾ നോക്കിട്ടാ അതൊക്കെ ഉണ്ടാവും. പാഴ്ചകൾ ഉണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തകർ പാഴ്ചകളും നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും പത്രക്കാരോട് പറയേണ്ടതല്ല, ദൃശ്യമാധ്യമങ്ങളോട് പറയേണ്ടതല്ല. ഞങ്ങളുടെ ശക്തിക്ക് ഒരു ചോർച്ചയില്ല. BJP കൃഷ്ണകുമാറല്ല, താമരയ്ക്ക് കിട്ടുന്ന വോട്ടാണ്. താമരയ്ക്ക് ഇത്രേ വോട്ടുള്ളൂ. ജനവിധി അംഗീകരിക്കും. പ്രചാരണം നല്ല രീതിയിലാണോ? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിൽ ശക്തമായി പ്രചരണം നടത്തി ഊണും ഉറക്കവും പ്രവർത്തിച്ചു. ജനവിധി മാനിക്കുന്നു.